മാഡം, ഇതെനിക്കുള്ള അഗ്നിപരീക്ഷയാണെന്നറിയാം. എങ്കിലും എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ മുറുകെ പിടിക്കും. ഇനി ഒരു 6 മാസത്തിൽ കൂടുതൽ കാത്തിരിപ്പില്ല. എനിക്ക് സമ്മതം. വക്കീലേ, അവർ പറയുന്നതും കൂടി എഴുതി ചേർക്ക്. നടക്കട്ടെ. മേഡം, 2 കുട്ടികൾ അച്ഛമ്മയെ കാണാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓ, നിങ്ങളോ? തമ്പുരാട്ടിമാര് 2 പേരും എന്താണാവോ എഴുന്നള്ളിയത്? ഞങ്ങക്ക് പാർവതി അമ്മ ഒന്ന് കാണണം. എന്താ കാര്യം? അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. നിർത്തടി. നിൽക്കുന്നത് എന്റെ ഉമ്മറപ്പടിയില്ല, അത് മറക്കണ്ട. രംഭ, ഞങ്ങൾ വന്നത് പാർവതിയമ്മയെ കണ്ട് ഞങ്ങളുടെ ഫീസിന്റെ കാര്യത്തിൽ അപേക്ഷിക്കാനാ. ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. ഓ, ഹലോ, എവിടെയാ നിങ്ങൾ? ഞാൻ പറഞ്ഞതല്ലേ രാവിലെ തന്നെ ഇവിടെ വന്ന് കാർ കഴുകിയിടാൻ. അത് ചെയ്തോണ്ടിരിക്കുമ്പോ അച്ഛമ്മയ്ക്ക് നിങ്ങളെ വലിയ കാര്യമാവും. ആ നേരത്ത് നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അച്ഛമ്മ അത് സാധിച്ചു തരും. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ? ആ ചാൻസ് നിങ്ങൾ കളഞ്ഞു. കാറ് ഞാൻ സർവീസ് സെന്ററിൽ നിന്ന് ആളെ വിളിച്ച് കഴുകിച്ചോളാം. ശരി, നിങ്ങൾ തൽക്കാലം പൊയ്ക്കോ. അച്ഛമ്മ ഇപ്പൊ കാണാൻ പറ്റില്ല. രംഭ, രംഭ, കാറ് ഞങ്ങൾ കഴുകാം. അപ്പോ പാർവതിയമ്മയെ കാണുകയും ചെയ്യാലോ. രംഭ, പ്ലീസ്. ആ, വേണമെങ്കിൽ ചെയ്തോ. പൈപ്പും ബക്കറ്റും ഒക്കെ അവിടെ ഉണ്ട്. ശരി. അച്ഛമ്മ തൽക്കാലം പുറത്തിറങ്ങില്ല. കഴുകട്ടെ. അവസാനം എന്റെ ചെരുപ്പും കൂടി തുടപ്പിച്ചിട്ടേ ഞാൻ വിടൂ. കബനി, കാറ് കഴുകുന്ന കണ്ടതുകൊണ്ട് ആരെന്ത് നടത്തി തരാനാ? കാറല്ല, ക്ലോസറ്റ് കഴുകാൻ പറഞ്ഞാലും ചെയ്യേണ്ട അവസ്ഥയില്ല നമ്മളിപ്പോ. നീ പെട്ടെന്ന് കഴുക. അവള് വരും മോനെ. നമുക്കവളെ തിരിച്ചറിയാൻ ദൈവം അവളുടെ കയ്യിലൊരു മറവ് കൊടുത്തിട്ടില്ലേ? നമ്മളത് കാണും. മാഡം, മാഡം പറഞ്ഞത് പ്രകാരം അതുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്. രംഭ,
ഇനി പാർവതിയമ്മയെ വിളിക്കാമോ? ഒരു പണി ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യണം, പ്രത്യേകിച്ചും കൈ നീട്ടി ഇറക്കം വന്നവരാവുമ്പോ. ഗുഡ്. എന്തായാലും ഈ കാര്യത്തിൽ രണ്ടുപേർക്കും ഒരു ഭാവിയുണ്ട്. കോളേജിൽ നിന്ന് പുറത്തായാലും ജീവിക്കാം. 2 പെൺകുട്ടികൾ കാറ് കഴുകുന്നു എന്ന് പറയുമ്പോ ആള് കൂടും. രംഭ, പാർവതിയമ്മ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ദാ, നിന്റെയൊക്കെ കൂലി വാങ്ങടി. നിങ്ങൾ എന്താ കരുതിയത്? അച്ഛമ്മയെ കാണാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുന്നു? അതിന് ഞാൻ ചാകണം. കൊട്ടാരമുറ്റത്തിന്റെ ഉമ്മറത്ത് നിന്റെയൊക്കെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി തരാനാ കാറ് കഴിപ്പിച്ചത്. നീയൊന്നും ഫീസ് അടക്കില്ല, മാനേജ്മെന്റ് കനിയേയില്ല. സോ യു ആർ ഔട്ട് ഫ്രം ദ കോളേജ്. ഞാൻ പറഞ്ഞില്ല കബനി, ഇവിടെ മുഖം അടച്ചൊന്ന് കൊടുക്കട്ടെ. ചെയ്ത് നോക്കടി. വേണ്ട പത്മിനി, നമുക്ക് ഇറങ്ങാം. ഞങ്ങളുടെ ഒരു വഴി അടച്ചുവെന്ന് നീ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾ ജീവനോടുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കുകയും ചെയ്യും, അവിടെ തന്നെ പഠിക്കുകയും ചെയ്യും. ഇത് ഞങ്ങളുടെ വാശിയാ. ഞങ്ങൾക്കുള്ള കൂലി നോട്ടിൻ കെട്ടിന് മുകളിൽ ഉറങ്ങുന്നവളുടെ അഹങ്കാരം. ഇത്രയും നാൾ ഞാൻ വേണോന്ന് കരുതി നിന്നെ തോൽപ്പിച്ചതല്ല. പക്ഷേ ഇനി കളിയായാലും കാര്യമായാലും നിന്നെ തോൽപ്പിച്ച് ഞാൻ അടങ്ങും. കുറച്ചു മുമ്പേ കണ്ട താനല്ലല്ലോ ഇപ്പോ. എനിക്കെന്ത് മാറ്റം വരാനാ? വന്നു. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ നിർബന്ധപൂർവ്വം ചോദിക്കുന്നേ. കുറച്ച് നാളായില്ലേ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. തൻ്റെ കണ്ണിലെ തിളക്കം ഒരല്പം ഒന്ന് കുറഞ്ഞ ആ നിമിഷം എനിക്കത് മനസ്സിലാവും. ഇപ്പൊ എന്താ തിളക്കം കുറഞ്ഞോ? അളവിൽ കൂടുതൽ ഒരാളെ ശ്രദ്ധിച്ചാ അങ്ങനെ ഓരോന്ന് തോന്നും. ഒരു ടെൻഷനും തനിക്കില്ലെന്ന് വരുത്തി തീർക്കാൻ താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഫലിക്കുന്നില്ല. അത് നിങ്ങളുടെ നാട്ടിൻപുറത്തിൻ്റെ കുഴപ്പമാണ്. നേരുന്നെറിയും നേരെ ചൊവ്വയാണല്ലോ ശീലം. കൂടുതൽ തർക്കിച്ചാൽ താൻ തോക്കും. അതുകൊണ്ട് കാര്യം പറ. കാര്യം നിസ്സാര, ദാരിദ്ര്യം. MLA വാക്കും കൊട്ടാരമുറ്റം പാർവതിയമ്മയുടെ സ്നേഹവും സാറിന്റെ സഹായവും ഒന്നും പോരാ എനിക്കും പത്മിനിക്കും പഠിക്കാൻ. പിന്നെ രംഭ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? അത് സ്ഥിരമുള്ളതല്ലേ, അതിലെന്താ ഇപ്പൊ പ്രത്യേകത? സത്യത്തിൽ ഞാനാ മണ്ടി. പണവും സ്വാധീനമുള്ള ഒരുത്തിയെ അവളുടെ സ്വന്തം കോളേജിൽ തോൽപ്പിച്ചു കളയാമെന്ന് ധരിച്ച മണ്ടി. ശൂന്യമായ കൈയോടെ എന്ത് ധൈര്യമാണ് ഞാൻ കാണിച്ചത്? താൻ കാര്യം എന്തെന്ന് പറ. പണക്കാരുടെ മുമ്പിൽ പാവപ്പെട്ടവനെ തോൽക്കാൻ ഒരു കാരണമേ ഉള്ളൂ, പണം. രംഭയുടെ കണക്കിൽ ഒരു രാത്രി ഞാൻ സാറിന്റെ കൂടെ കഴിഞ്ഞു എന്ന പകയുണ്ട്. അത് എത്ര വിശദീകരിച്ചാലും ആർക്കും മനസ്സിലാകില്ല. അവൾക്കെന്നല്ല, ആർക്കും. അതിനൊരു ചെറിയ പ്രതികാരം. ഇന്ന് എന്നെയും പത്മിനിയും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. സ്പോർട്സ് കോട്ടയിൽ സീറ്റ് കിട്ടിയാലും ഫീസ് അടയ്ക്കണ്ടേ? എന്നിട്ടെന്താ പറയാതിരുന്നേ? പറഞ്ഞാ സാറ് പണം എടുത്ത് നീട്ടും. അതുകൊണ്ട് തന്നെ
സാറിനെ ഇനി അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹായം ചോദിച്ചു പോയി കൊട്ടാരമുറ്റത്ത്. അവിടെ ഞങ്ങളെ സ്വീകരിച്ചതും രംഭ തന്നെയാണ്. കുറച്ചുകൂടെ നാണം കെട്ടു. അതാ ഉണ്ടായ പ്രയോജനം. മതി, മനസ്സിലുള്ള സമ്മർദ്ദം എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ. താ ഹോസ്റ്റലിലേക്ക് വെക്കൂ. തൻ്റെയും പത്മിനിയുടെയും ഫീസിന്റെ കാര്യം ഇനി ആരും ചോദിക്കില്ല. വേണ്ട സർ, ഞാനിപ്പോ ഇറങ്ങിയത് പത്മിനിയുടെ ഏട്ടനെ വിളിക്കാനാ. കാര്യം പറഞ്ഞ അപ്പൂപ്പൻ പണം കൊണ്ടുവരും. എടോ, എന്നെ ഇങ്ങോട്ട് അയച്ചത് അപ്പൂപ്പനല്ലേ? എടോ, അത് പണവും കൊണ്ട് അപ്പൂപ്പൻ തന്നെ വരും. അപ്പൊ എനിക്ക് കാണുകയും ചെയ്യാലോ. വേണ്ട, താനിപ്പോൾ നാട്ടിലേക്ക് വിളിക്കണ്ട. അപ്പൂപ്പൻ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അവര് വരട്ടെ. അപ്പുറത്തെ ഒരു ലോക്കൽ ബൂത്ത് ഉണ്ട്, ഞാൻ അങ്ങോട്ടാ. വരട്ടെ സർ. ഏയ്, ഞാനും വരാം. അയ്യോ വേണ്ട സാർ, എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഏയ്, അതൊന്നും കുഴപ്പമില്ല, താൻ വാ. ഹലോ. ഹലോ ഗണേശേട്ടാ, ഞാൻ കബനിയാ. ആ കബനി, എന്താടി വിശേഷം? പത്മിനി ഇവിടെ? പത്മിനി ഹോസ്റ്റലിലാ. ഞാൻ പുറത്തുനിന്നാ വിളിക്കുന്നേ. സുഖമല്ലേ നിങ്ങൾക്ക്? അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് അപ്പൂപ്പനോടൊന്ന് സംസാരിക്കണം ഗണേശേട്ടാ. ഗണേശേട്ടൻ അപ്പൂപ്പനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരുമോ? അത് പിന്നെ അപ്പൂപ്പന് ഇവിടെ ഇല്ല. എവിടെ പോയി? അത് നമ്മുടെ കർഷക സംഘത്തിന് ഒരു മീറ്റിംഗ് ഉണ്ട്, വയനാടോ മറ്റാ. എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ അപ്പൂപ്പനെ അങ്ങ് പോയി. ഇനിയിപ്പോ 3 ദിവസം കഴിഞ്ഞേ വരൂ. അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട മോളെ. കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറ, ഞാൻ ശരിയാക്കാം. അത് പിന്നെ കോളേജില് ഫീസ് അടയ്ക്കാനുള്ള സമയമായി. ഇത്രേ ഉള്ളൂ? അതിനാ നീ അപ്പൂപ്പനെ അന്വേഷിച്ച? ഇത് ഞാൻ കൊണ്ടുവന്ന് തരില്ലേ? എത്ര നിനക്ക് വേണ്ടേ? 20,000. ഗണേശേട്ടാ. എന്താ മോളെ? അത് പിന്നെ പണം നിങ്ങൾക്ക് അവിടെ കിട്ടും. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. കൃത്യസമയത്ത് പണം അടച്ച പോരെ. നീ ധൈര്യമായിട്ടിരുന്നോ. ദേ, ഗണേശേട്ടനെ ഏറ്റു എന്ന് പറഞ്ഞാൽ ഏറ്റതാ. നീ ഫോൺ വെച്ചേ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ഒരു പ്രശ്നമില്ലടി. നീ ഫോൺ വെച്ച പെണ്ണേ. ശരി. ഓ, എന്തു പറഞ്ഞു? അപ്പൂപ്പൻ വയനാട്ടിൽ പോയിരിക്ക, കർഷക സംഘത്തിന്റെ ഒരു മീറ്റിങ്ങിന്. അപ്പൂപ്പൻ പണ്ടേ അങ്ങനെയാ. കർഷകരുടെ കാര്യമൊന്ന് കേട്ടാ എന്ത് കാര്യം മാറ്റിവെച്ചും ഒരു പോക്ക. കർഷക രക്തമാണല്ലോ. അല്ല, ഫീസിന്റെ കാര്യം എന്താ പറഞ്ഞേ? അതൊക്കെ ഗണേശേട്ടൻ റെഡിയാക്കും. ആൾക്ക് സിറ്റിയിൽ എന്തെങ്കിലും വലിയ പിടിയുണ്ടാവും. ആരെങ്കിലും വിളിച്ച് ഏർപ്പാടാക്കുന്നാ തോന്നുന്നേ. കാശ് ഇവിടെ കിട്ടുമെന്നാ പറഞ്ഞേ. ഒരു മിനിറ്റ്. ഹലോ. ഹലോ, ഗണേശനാ സാറേ. ഞാനൊരു അത്യാവശ്യ കാര്യത്തിനാണ് വിളിച്ചത്. എന്താ? അത് പിന്നെ കബരി ഇപ്പം എന്നെ വിളിച്ചിരുന്നു. അപ്പൂപ്പനെ ചോദിച്ചാ വിളിച്ചത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. അവർക്ക് കോളേജ് ഫീസ് അടയ്ക്കാനുള്ള സമയമായി സാറേ. ഞാൻ കരുതി വല്ല 1000-2000 ഒക്കെ ആയിരിക്കുന്നു. 20,000 രൂപയാ. അതിപ്പോ ഞാൻ വിചാരിച്ച പെട്ടെന്ന് സംഘടിപ്പിക്കാന്ന് പറഞ്ഞാ. പറയൂ ഗണേശ. അല്ല സാറേ, സംഘടിപ്പിക്കാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ സാറിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സാറിനങ്ങ് എത്തിക്കാം. ആ, ഗണേശൻ പേടിക്കണ്ട. അവരെ കണ്ട് പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ധൈര്യമായിട്ടിരുന്നോ? വളരെ സന്തോഷം സാറേ. അവരുടെ കാര്യത്തിൽ സാറാ എൻ്റെ ധൈര്യം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി. കബനി ഇപ്പം എപ്പോൾ വിളിച്ചാലും അപ്പൂപ്പനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. എത്ര കാലം കള്ളം പറയാൻ പറ്റുമെന്ന് എനിക്കൊരു പിടുത്തമില്ല സാറേ. നമുക്കിപ്പോൾ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. താൻ ഫോൺ വെച്ചോ. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. ശരി സാറേ. ഓക്കെ. തൻ്റെ മൂടോട്ട് മാറിയില്ല ഇനി. ഫീസ് അടച്ചാ ഇപ്പോഴത്തെ പ്രശ്നം തീരും. അത് കഴിഞ്ഞ് രംഭ എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ചങ്കൂറ്റത്തോടെ നേരിടും. അങ്ങനൊരു തീരുമാനം മനസ്സിലുറപ്പിച്ച
പിന്നെ ഈസിയാ. പോവാം. ആ ഡാ പവിത്ര. എന്താ വരുന്നോ? ഏയ് അതല്ല, ഞാനേ നിന്നോട് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ? നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. കാശ് വെച്ചൊരു കളിയല്ലേ, എങ്ങനെ സൂക്ഷിച്ചാലും ചില നാറികൾ പറ്റിക്കും. താൻ കാര്യം പറ, എനിക്ക് മാർക്കറ്റ് പിരിവുണ്ട്. അല്ല, നിന്നെ സംബന്ധിച്ചതൊരു നിസ്സാര കാര്യമാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 20,000 രൂപ വേണം. അടുത്ത മാസം അങ്ങ് തന്നേക്കാം. വേണ്ട ഗണേശ, നമ്മൾ തമ്മിൽ ഇടപാട് ശരിയാവില്ല. ആ അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? ഒരു വേലയും കൂലിയും ഇല്ലാത്ത ഗണേശന് ഞാൻ എന്ത് വിശ്വാസത്തിലാ കാശ് തരിക? എടോ 20,000 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. അതിപ്പോ 2,000 ആയാലും ശരി തന്നെ. ഗണേശന് വണ്ടി വല്ലതും ഉണ്ടോ, അതോ സ്വന്തമായി ഭൂമി വല്ലതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ചേട്ടാ നീനൊന്ന് വിശ്വസിക്കേ. എന്റെ ബിസിനസ്സിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതിപ്പോ സ്വന്തം അച്ഛനായാലും അങ്ങനെ തന്നെ. ഇതൊരു ചരട് കെട്ടി കളിയാ ഗണേശ. ഒന്ന് പൊട്ടിയാ പിന്നെ പിടിച്ചാ കിട്ടില്ല. അപ്പൊ ശരി. ഡാ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രയും പരിചയമുള്ളല്ലേടാ. ആ പരിചയം വേണ്ടാന്ന് വെച്ചോ, പ്രശ്നം തീർന്നല്ലോ. ഇവരൊക്കെ പോണ പോക്കിൽ വണ്ടി ഇടിച്ച് ചാവണം, വൃത്തികെട്ടവൻ. മാസം അവർക്ക് കാത്തിരിക്കാനും നമുക്ക് തടയാനുമുള്ള 180 ദിവസം. അതിനുള്ളിൽ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? നോ മമ്മി, ഞാൻ അതത്ര നിസ്സാരമായിട്ട് കാണുന്നില്ല. അതുപോലെ നിസ്സാരമായി കണ്ടൊരു കാര്യമാണ് കബനി. അവളിപ്പോ നമ്മുടെ മോളുടെ ഉറക്കം കെടുത്തുന്നില്ലേ? അതുപോലെ ഒരുപക്ഷെ നമ്മുടെ മുൻപിലേക്ക്. മുൻകരുതൽ നല്ലതാ, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു ചടങ്ങ് ഇപ്പോഴും ബാക്കിയാണ്. വിൽപത്രത്തിൽ കൊട്ടാരമുറ്റം രാമനാഥന്റെ ഒപ്പ്. പെട്ടെന്ന് സുഖമില്ലാതായി ഏട്ടന്. ഞാൻ ഒരേ ഒരു പെങ്ങളല്ലേ, കൂടുതൽ നിർബന്ധിക്കാൻ പറ്റുമോ? അതൊരു അവസരമായിട്ട് മുതലെടുക്കും. അതിന് ഞാൻ സാവകാശം കൊടുത്താലല്ലേ. ഇപ്പൊ തന്നെ ഒപ്പ് വാങ്ങിക്കാനായി എന്റെ ഉദ്ദേശം. എന്തായാലും കൃത്യസമയത്ത് മമ്മിയുടെ മനസ്സിൽ സരസ്വതി കടാക്ഷം ഉണ്ടായി. ഈ 6 മാസത്തെ കാലാവധി മമ്മി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നോ? ഏയ്, അതങ്ങനെ അങ്ങ് വന്നു. ഒടുവിൽ കൊട്ടാരമുറ്റത്ത് വെളിച്ചം വന്നു. പാർവതിയമ്മയുടെ ദൈവങ്ങൾക്ക് പകരം സകല ചെകുത്താമാരെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അഥവാ അങ്ങനെ ഒരു കുരുന്നിന് ജീവനുണ്ടെങ്കിൽ ഒന്നറിയിച്ചു തരാനും അവസാനിപ്പിക്കാനും. മേനക, കൊല്ലാനിറങ്ങുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കോ അതോ ഗുണ്ടകളോ? ഗംഭീരായി ആന്റി. മക്കളുടെ ജീവിതത്തിൽ അമ്മമാർക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഉള്ളതിൽ ഏറ്റവും നല്ലത് തൻ്റെ മകൾക്ക് കിട്ടണമെന്ന് ഒരമ്മ ആലോചിക്കുന്ന സ്വാർത്ഥതയും ന്യായം. പക്ഷേ ആരും അറിയാതെ മകളെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ഒരമ്മ, അത് വിചിത്രമാണ്. സൂര്യ, ഷട്ട് അപ്പ്. അമ്മയുടെ വിൽപ്പത്രം ന്യായമല്ലെന്ന് നീ വാദിച്ചല്ലോ. നിന്റെയോ നിന്റെ അമ്മയുടെയോ ഭാഗത്ത് എന്താ ന്യായം? കൊട്ടാരമുറ്റം പാർവതി അമ്മയും മകൻ സൂര്യനാരായണനും ഇപ്പോഴും ഒരു പൂർവ്വബന്ധത്തിനെ കാത്തിരിക്കുന്നത് കുറച്ചിലായി നാണക്കേടായും വിശദീകരിക്കുന്നുണ്ടല്ലോ രണ്ടുപേരും. ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അന്നില്ലാതാക്കിയോ നിങ്ങളവരെ? എന്റെ കുഞ്ഞിനെയും അവളെ പ്രസവിച്ചവളെ അവസാനിപ്പിച്ചോ? പറ. കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ എന്റെ അമ്മയോട് പറയാനാ, പ്ലീസ്. മേനക, പല കാര്യത്തിലും ഇഷ്ടക്കുറവ് തോന്നിയിട്ടേ ഉള്ളൂ. പൂർണ്ണമായും വെറുത്തിട്ടില്ല ഞാനിതുവരെ.
ഇനിയുള്ള പ്രവൃത്തികളെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് നിനക്ക് പുറത്തേക്കുള്ള വഴിവെട്ടലാവരുത്. ഭാര്യയും കുഞ്ഞും വാഴില്ല എന്നൊരു ശാപം ഒരിക്കൽ പേറിയവനാ ഞാൻ. ജീവിതത്തിൽ ഒരിക്കലും വാഴില്ല എന്ന് തിരുത്തരുത്. മമ്മി, സൂര്യ ഇത്ര ഇമോഷണലായി ഞാൻ കണ്ടിട്ടേയില്ല. സൂക്ഷിക്കണം. ആദ്യം വിൽപത്രത്തിലെ ഒപ്പുകൾ പൂർണ്ണമാകട്ടെ, ബാക്കി പിന്നെ ആവാം.